നമസ്കാരം, ഞാൻ MK തോമസ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആൻസി ഒന്ന് പരിചയപ്പെട്ടു. ആൻസി വയനാടുകാരിയാണ്. അവിടെ ആൻസി ഒരു ആശുപത്രി ജോലി ചെയ്യുക. അവിടെ തമ്പ് ഇംപ്രഷൻ കൊടുത്തു, ബയോമെട്രിക്കിൻ്റെ. അത് കൊടുത്തതും അത് വേറെ സ്ഥലത്ത് റെക്കോർഡായി. ആ സിസ്റ്റം മാറ്റാനേ പറ്റത്തില്ല. ആൻസിക്കിട്ട് ഒരു പണിയും കിട്ടി. ഏതെല്ലാം പണിയാണ് നാളെ ആൻസിക്ക് സംഭവിക്കാൻ പോകുന്നത്? സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമ നടപടികൾക്ക് ആൻസി വിധേയമാകും. ഈ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ആൻസിയെ കർണാടകയിലെ ഒരു നേഴ്സിംഗ് കോളേജിൽ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ജോലി ചെയ്യാമെന്ന് ആരാണ്ടൊക്കെയോ പറഞ്ഞ് ഈ ആൻസിയെ പ്രലോഭിപ്പിച്ചു. പാവത്തിന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് എപ്പോഴാണ് മനസ്സിലാകുന്നത്? കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഒരു രേഖാമൂലം ഒരു വിവരാവകാശ നിയമത്തിന് മറുപടി കൊടുത്തു. അതാണ് ഈ കാണുന്നത്. പോസ്റ്റ് BSc MScയും റെഗുലറായിട്ട് പഠിക്കണം. ക്ലാസ്സിൽ കയറാതെ പഠിക്കുന്ന പരിപാടി നടക്കത്തില്ല. കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആൻസിയുടെ സാലറി സർട്ടിഫിക്കറ്റ്, ആൻസി ഹൈദരാബാദിൽ ഒരു ആശുപത്രിയിൽ കുറേ നാളുകളായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതെല്ലാം കൂടെ ആവുമ്പോൾ എന്ത് സംഭവിച്ചു? ഒന്ന്, ആൻസിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിയമ നടപടികൾ. ആൻസിയുടെ വ്യാജമായ പല രേഖകളും ആൻസിയുടെ പേരിൽ സൃഷ്ടിച്ച് യൂണിവേഴ്സിറ്റി മുമ്പായി കൊടുത്ത ആ കോളേജിൻ്റെ പ്രിൻസിപ്പാള് നിയമ നടപടി നേരിടും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റികളുടെയും UGCയുടെയും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ നിയമപ്രകാരം ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ നേഴ്സിംഗ് പഠനം നടത്തുന്ന കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കും. അങ്ങനെ ഈ കോളേജിൻ്റെ അംഗീകാരവും റദ്ദാകും. നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? എങ്കിൽ മറിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യാജവും സത്യവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. ഞാൻ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് ഉന്നയിച്ചുകൊണ്ട് എനിക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കണം. കൂടാതെ അങ്ങനെ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ പാരിതോഷികമായിട്ട് ഞാൻ അങ്ങോട്ടും തരാം. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പൊന്നു രക്ഷിതാക്കളെ, പൊന്നു മക്കളെ, ഈ നേഴ്സിംഗ് കോഴ്സൊന്നും ഇങ്ങനെ പഠിക്കരുത്. പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം വരും? ഭാവി പോയി, പണം പോയി, നാണക്കേട് വേറെ. ഭാവിയിലുണ്ടാകാവുന്ന നിയമ നടപടികളും കൂടുതലാണ്, മറ്റുള്ളവയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നേഴ്സിംഗ് പഠനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുക. കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാം, കൂടുതൽ അപ്ഡേറ്റ്സുകൾ തരാം. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ അമർത്തിക്കോ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.